ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഗോത്ര സമൂഹം നേരിടേണ്ടി വന്നിട്ടുള്ള അപമാനത്തിന്റെയും അടിച്ചമർത്തലുകളുടെയും ഭൂവുടമകളും രാഷ്ട്രീയക്കാരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗോത്ര സമൂഹത്തെ കൊന്നൊടുക്കിയതുമായിട്ടുള്ള ചരിത്രങ്ങൾ അന്നു മുതൽ ഇന്ന് ഈ പ്രസന്റ് കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. 1975 അന്നത്തെ ഭരണപക്ഷം ആദിവാസികൾക്ക് അവർക്ക് അവകാശപ്പെട്ട ഭൂമി നൽകണമെന്നുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുമെന്നുള്ള അവകാശവാദങ്ങളുമായി അവരുടെ മുമ്പിൽ വന്നിരുന്നു. അവര് ഒരുപാട് വർഷങ്ങൾ അത് നടപ്പിലാക്കുമെന്ന് കാത്തിരുന്നു. പക്ഷെ വാഗ്ദാനങ്ങൾ മാത്രമായി പോകുന്ന രാഷ്ട്രീയക്കാരുടെ കുതന്ത്രം അവര് തിരിച്ചറിഞ്ഞത് 2000 കാലഘട്ടത്തിലാണ്. 2000ത്തിന്റെ തുടക്കത്തിൽ ആദിവാസി സമൂഹത്തിലെ ഏതാനും പേര് ചേർന്ന് അവർക്ക് ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുടെയും ഭൂവുടമകളുടെയും അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം രൂപം കൊള്ളുന്നു. അങ്ങനെ 2003ന്റെ തുടക്കത്തിൽ ആദിവാസി സമൂഹത്തിന് അവകാശപ്പെട്ട അവരുടെ ഭൂമി അവർക്ക് വേണമെന്നുള്ള കർശനമായ സമരം അവർ വയനാട്ടിലെ മുത്തങ്ങയിൽ തുടക്കം കുറിക്കുന്നു. ഇതിന് കോപാകുലരായ അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയക്കാരുടെ എന്ത് കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കുന്ന പോലീസുകാരെ മുൻനിർത്തി ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നു. അതിന്റെ യഥാ കാഴ്ചയാണ് നരിവേട്ട എന്ന അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത അത്യുഗ്രമായ ഈ സിനിമ. അബിൻ ജോസഫിന്റെ തിരക്കഥ അത് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ടൊവിനോയുടെ ക്യാരക്ടർ വർഗീസ് എന്ന് പറഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടാണ് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാരക്ടറിന് വളരെ ക്ലീൻ ആയിട്ട് വളരെ വ്യക്തമായിട്ട് പുള്ളി പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. ടൊവിനോയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. അത്ര ഗംഭീരമായിട്ടാണ് പുള്ളി ഈ സിനിമയിൽ ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഈ ക്യാരക്ടറിനെ വെച്ചാണ് ഈ കഥാകൃത്ത് പ്രേക്ഷകരിലേക്ക് ഈ മുത്തങ്ങയിൽ നടന്ന സംഭവം പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യുന്നത്. കോൺസ്റ്റബിൾ ആകാൻ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് ടൊവിനോയുടെ ഈ ക്യാരക്ടർ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഈ സംഭവത്തിലേക്ക്, അതായത് വയനാട്ടിലെ ഈ മുത്തങ്ങയിലെ ഈ ഒരു സമരത്തിലേക്ക് ആ ക്യാരക്ടർ എത്തിച്ചേരുമ്പോൾ അവിടുത്തെ ആ ഒരു സിറ്റുവേഷനിലേക്ക് പുള്ളി പെട്ടെന്ന് ഇഴങ്ങിച്ചേർന്ന് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ പുള്ളിയെ മാനസികമായിട്ട് കീറി മുറിക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടറാണ് ചേരൻ ചെയ്ത ആ ഒരു പോലീസുകാരന്റെ ക്യാരക്ടർ. പുള്ളി ആദ്യം മുതൽ തന്നെ ഭയങ്കര ലൈവായിരുന്നു. തുടക്കം മുതൽ ചേരനെ കാണിക്കുന്ന സീൻ മുതൽ അവസാനം വളരെ ലൈവായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് പുള്ളി ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുരാജേട്ടന്റെ ക്യാരക്ടറും സുരാജേട്ടൻ ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഒരു പോലീസുകാരന്റെ ക്യാരക്ടർ. അതും പക്കായിട്ട് സുരാജേട്ടൻ പിന്നെ ഏത് വേഷം ചെയ്താലും സെറ്റപ്പായിട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഈ സിനിമയിൽ ആ ക്യാരക്ടർ പക്ക നമുക്കത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ. ഈ സിനിമ അങ്ങനെയാണ്, ഇത് ഫുള്ളൊരു റിയലിസ്റ്റിക് രീതിയിലാണ്, അല്ലാണ്ട് ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള യാതൊരുവിധ സംഭവങ്ങളും പടത്തിലില്ല. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടെൻഷനും നമുക്കൊരു മരവിപ്പാണ് ഈ സിനിമ കണ്ടു തീർന്ന് ഇറങ്ങാൻ നേരം. അത്രയും ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് ആണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. വർഗീസ് എന്ന ക്യാരക്ടർ എങ്ങനെയാണ് ഈ സമരത്തിലേക്ക് എത്തിച്ചേർന്നത്, എങ്ങനെയാണ് ഇയാള് ഇവിടെ വന്നു ചേർന്നു, ഇയാൾ കോൺസ്റ്റബിൾ ആയത് എങ്ങനെയാണ്, ഈ സമരത്തിന്റെ അകത്ത് ഇയാൾ എങ്ങനെ ഈ സമരത്തിന്റെ ഈ വിപ്ലവത്തിന്റെ ഇടയിലേക്ക് എങ്ങനെ ഇയാൾക്ക് ചാർജ് ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ മുന്നോട്ട് പോകുന്നത്. അത് ഒത്തിരി ലാഗൊന്നും ഇല്ലാതെ, ലാഗ് വരേണ്ട സംഭവമാണ്, പക്ഷെ നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ അത്യാവശ്യം നല്ല മ്യൂസിക്കും പാട്ടും ഒക്കെ ആയിട്ട് പോകുന്നത് നമുക്ക് ഒത്തിരി ലാഗ് അതിനകത്ത് ഫീൽ ചെയ്യാൻ. അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് ആണ് സിനിമയുടെ മെയിൻ സംഭവം വരുന്നത്. ഈ സിനിമയുടെ എല്ലാ ക്വാളിറ്റിയും തന്നത് ഇതിന്റെ ടെക്നിക്കൽ വിഭാഗമാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. വിജയാണ് ഇതിന്റെ DOP ചെയ്തിരിക്കുന്നത്. നല്ല ഷോട്ടുകളായിരുന്നു, പ്രത്യേകിച്ച് ആ കാട്ടിലുള്ള ഷോട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല എല്ലാ ഷോട്ടുകൾക്കും ഒരു ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ ജേക്സ് വിജയുടെ മ്യൂസിക് തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകനെ ആ സിനിമയുടെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനത്തെ ഒരു പടം കാണുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്ന ഒരു ക്വാളിറ്റി ഓഫ് ഫീലിംഗ് ഉണ്ടല്ലോ, അത് കൊണ്ടുവരാൻ ജേക്സ് വിജയുടെ മ്യൂസിക്കിന് വളരെയധികം സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷമീർ മുഹമ്മദിന്റെ ഷാർപ്പ് കട്ടിങ്, അതും ഹെലികാം ഷോട്ടുകൾ ഒരുപാടുണ്ട്. ചുമ്മാ ചില സിനിമയ്ക്കകത്ത് കാണുന്ന ഒരു കാര്യവും ഇല്ലാത്തടത്ത് കുറെ ഹെലികാം ഷോട്ടുകളൊന്നും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ സൗണ്ടിനനുസരിച്ച് ഇതിന്റെ കട്ടിങ് പോയിരിക്കുന്നത്. ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിങ്ങും ശരിക്കും മികച്ചു. എനിക്ക് ടോപ്പ് നോച്ച് ആയിട്ട് തോന്നിയ ടെക്നിക്കൽ ക്വാളിറ്റി ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്ത രംഗനാഥിന്റെയാണ്. ഫസ്റ്റ് സിനിമ തുടങ്ങുന്ന ഒരു ഹെലികാം ഷോട്ടായാണ് തുടങ്ങുന്നത്.
ആ ഷോട്ടിൽ വരുന്ന സൗണ്ട് കേട്ടപ്പോ തന്നെ തോന്നി, അതായത് ഈ അടുത്ത കാലത്ത് വന്ന മലയാള സിനിമകളിലെ മൊത്തം എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ പോലും ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്തു. ഭയങ്കര പക്ക സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ചില സീനെ കണ്ടപ്പോ റസൂൽ പൂക്കുട്ടിയാണോ ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ അപ്പൊ തന്നെ ഫോൺ എടുത്ത് നോക്കി ആരാണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൊത്തത്തില് പടം ശരിക്കും നമ്മൾ കാണേണ്ട ഒരു പടമാണ്. പിന്നെ നമ്മളൊരു എൻജോയ് ചെയ്തിരുന്ന് കാണാവുന്ന തരത്തിലുള്ള ഒരു കഥയല്ല ഇതിന്റെ. അത് നമുക്കറിയാലോ. അപ്പം അങ്ങനത്തേതായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റോ സംഭവം ഒന്നും പടത്തിലില്ല. മൊത്തത്തില് ഫോക്കസ് ചെയ്യുന്നത് അന്നത്തെ സംഭവം മുത്തങ്ങേര് നടന്ന ആ ഒരു വിപ്ലവത്തെ ഫോക്കസ് ചെയ്താണ് സിനിമയുടെ തുടക്കം മുതൽ പോകുന്നത്. അതിലേക്ക് എത്തിച്ചേരാനുള്ള സന്ദർഭങ്ങളാണ് ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയി കാണണം. അത് കേരള സമൂഹത്തിന്റെ ഒരു കടമയാണ്. കേരള സമൂഹം ഒന്നാകെ ചർച്ച ചെയ്യേണ്ട അന്ന് നടന്ന ആ നരിവേട്ടയുടെ യഥാകാഴ്ച ജനങ്ങളുടെ മുമ്പിലേക്ക് ധൈര്യപൂർവം കൊണ്ടുവന്നെത്തിച്ച ഇതിന്റെ തിരക്കഥാകൃത്തിനും സംവിധായകനും അതോടൊപ്പം ഈ സിനിമയിൽ പ്രവർത്തിച്ച മുഴുവൻ ടീംസിനും ഒരു ബിഗ് സല്യൂട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.